പി.എ. മാധവന്റെ വിയോഗം അപരിഹാര്യമായ നഷ്ടമെന്ന് നേതാക്കൾ, പ്രമുഖർ അനുസ്മരിക്കുന്നു. പ്രിയപ്പെട്ട മാധവേട്ടൻ്റെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഈ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ എക്കാലത്തെയും മികച്ച സംഘാടകനായും പ്രാസംഗികനായും അതിനേക്കാൾ ഉപരി ഒരു വലിയ തലമുറയ്ക്ക് നേതൃത്വം നൽകിയ ഒരു ദീർഘദർശിയായ കോൺഗ്രസ് നേതാവിനെയാണ് ഞങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടിട്ടുള്ളത്. KSU പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. MLA ആയും DCC പ്രസിഡൻ്റായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റുമായൊക്കെ പ്രവർത്തിച്ച അദ്ദേഹത്തെ സംബന്ധിച്ച് ദീർഘകാലമായ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്ന നേതാവാണ്. ഈ ജില്ലയിലെ തന്നെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. വളരെ കാലമായി അടുത്തറിയുന്ന ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ്, ഏത് കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിക്കാൻ സാധിക്കുന്ന, ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെയും ഒരു ജ്യേഷ്ഠ സഹോദരനെയുമാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തും. പഴയ തലമുറയിലെ കോൺഗ്രസിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും ശ്രീ മാധവനും, ലളിതമായ ജീവിതം, സത്യസന്ധമായ പ്രവർത്തനം, അഴിമതിരഹിതമായ സമീപനം, പൊതുപ്രവർത്തനം, ഇതെല്ലാം മാധവനിലൂടെ പുതിയ തലമുറയ്ക്ക് ഒരു പാഠമായി മാറിയിട്ടുണ്ട്. മാധവൻ ഒരു ബലമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കും ഞങ്ങൾക്കുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സഹോദര തുല്യമായ ബന്ധമാണ് എനിക്ക് മാധവമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം കോൺഗ്രസ്സിന് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് മൂല്യബോധമുള്ള മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തനായിരുന്ന, സ്നേഹിതനായിരുന്ന മാധവൻ്റെ നിര്യാണത്തിൽ ഞാൻ എൻ്റെ അനുശോചനം നേരുന്നു. മാധവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എടുത്തു പറയാൻ സാധിക്കും. കർക്കശക്കാരനായ അതേ സമയത്ത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് പ്രിയങ്കരനായ നേതാവായിരുന്നു അദ്ദേഹം. ആത്മാർത്ഥമായ പ്രവർത്തനം, കഠിനാധ്വാനിയായ മാധവൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിലെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആയ കാലം മുതൽ തന്നെ ജില്ലയിൽ മാധവൻ എത്തിച്ചേരാത്ത ഒരു സ്ഥലവും ഇല്ലെന്ന് തന്നെ പറയാം. ഏത് പ്രവർത്തകരെയും പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം മാധവനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മാധവൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ്, മരിക്കാത്ത അനുഭവങ്ങളാണ്. മാധവൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രിയപ്പെട്ട മാധവന് ഏറെ ദുഃഖത്തോടെ, അതീവ ദുഃഖത്തോടെ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. 5 പതിറ്റാണ്ട് കാലമായി ശ്രീ മാധവൻ ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി മാധവൻ പ്രവർത്തിക്കുമ്പോൾ ഞാനന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹം നിയമസഭാംഗമായി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി. ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും തികഞ്ഞ ആത്മാർത്ഥത കാണിക്കാനും ജനകീയ പ്രശ്നങ്ങളോട് പ്രത്യേകമായ താല്പര്യം കാണിക്കാനും ശ്രീ മാധവൻ കാണിച്ച ഔത്സുക്യം വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. തീർച്ചയായും ഈ ജില്ലയിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാനും യൂത്ത് കോൺഗ്രസിന് ശക്തി പകരാനും അദ്ദേഹം നൽകിയ വലിയ സേവനങ്ങൾ ഒരിക്കലും മറക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട ശ്രീ മാധവൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുകയാണ്. രാഷ്ട്രീയവും രാഷ്ട്രീയാതീതവുമായ അരനൂറ്റാണ്ട് കാലത്തെ ഒരു ആത്മബന്ധമാണ് ശ്രീ മാധവനുമായി എനിക്കുള്ളത്. സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും ഒരു പ്രതീകമായിട്ടാണ് ശ്രീ മാധവനെ ഞങ്ങൾ കാണുന്നത്. തൃശ്ശൂരിലെ കോൺഗ്രസ്സിന് ഒരു കാലത്തും വിസ്മരിക്കാനാവാത്ത ആത്മാർത്ഥതയുടെ പ്രതീകമായ ഒരു സഹപ്രവർത്തകൻ. വിധിക്ക് മുൻപിൽ കീഴടങ്ങേണ്ടി വരുമ്പോഴും മാധവൻ അനേകായിരം കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നും ഒരാവേശമായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. മാധവൻ്റെ നിര്യാണത്തിനുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. പി.എ. മാധവൻ വിളിച്ചുകൂടാനുള്ള സാന്നിധ്യം ആ നിലയിൽ ഹൃദയബന്ധവും സ്നേഹബന്ധവും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനയുടെ സഹപ്രവർത്തകൻ നേതാവ് എന്ന നിലയ്ക്ക്
എങ്ങനെ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയും എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് മാധവിയുമായിട്ടുള്ള ബന്ധം നോക്കാനും അഭിനയിക്കാനും ആദരിക്കാനും കഴിയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കാലത്തും ഇവിടെ വീട് വന്ന് കാണാനും ബന്ധപ്പെടുന്ന ഒരാൾക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ കർമ്മരൂപമായി